ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. സോ ഗായ്സ്, നമുക്കിന്ന് വ്യാഴാഴ്ചയായിട്ട് ഇതാ കൊണാമി അപ്ഡേഷൻ കഴിഞ്ഞിട്ട് ഗെയിം ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ വെർഷൻ 5.3.0 അപ്ഡേറ്റിൽ എന്തൊക്കെ വന്നിട്ടുണ്ട് നോക്കാം. സോ അതിന് കയറുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു റംദാൻ ക്യാമ്പയിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. സോ അതിൽ നമുക്ക് 100 കോയിൻ കിട്ടും. ഈ കുറച്ച് ദിവസം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ 100 കോയിൻ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് കണ്ടു വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഡെയിലി ലോഗിൻ ചെയ്യുക. പിന്നെ നോക്കുകയാണെങ്കിൽ കുറേ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട്. കുറച്ച് ചേഞ്ചസ് കൊണ്ട് മെയിനായിട്ട് പറയാൻ ഗെയിം പ്ലാനിൽ സംഭവം എനിക്കിത് ഇഷ്ടമായില്ല കേട്ടോ. ഗെയിം പ്ലാനിൽ മുമ്പായിരുന്നു ഇവിടെ ഫോർമേഷനും അതുപോലെ തന്നെ ലോങ് ബോൾ കൗണ്ടറൊക്കെ സൈഡിലെല്ലാം എഴുതി വെച്ചായിരുന്നു ഈ ടീം സ്ട്രക്ചറിന് താഴെ. അതിപ്പോൾ മാറ്റി മൂളിക്കാക്കിയിട്ട് ഇതിപ്പോൾ ഒരു രസമില്ലാണ്ടായി. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല ഇതിൽ. ഫോട്ടോ ഒന്നും എടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന മെയിൻ ഒരു മാറ്റം അതാണ് ഗെയിം പ്ലാനിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മിഷൻസിലാണ് റംദാൻ ക്യാമ്പയിൻ്റെ. ഇതിൽ നമുക്കൊരു നോമിനേറ്റും കോൺട്രാക്റ്റും കിട്ടുന്നുണ്ട് കേട്ടോ. അത് ആരൊക്കെ വെച്ച് കഴിഞ്ഞാൽ നെയ്മർ ഉണ്ട് ഗൈസ് അതിൽ. അതെന്തായാലും നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ഗെയിമൊക്കെ തുറന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് കോൺട്രാക്റ്റ് പോകാം. കോൺട്രാക്റ്റ് പോയി ഇതാ പാക്സിൽ ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുക നമ്മുടെ ഡോട്ട്മുണ്ട് ഇക്കൊല്ലത്തെ പാക്കാണ് 2025-26. അപ്പോൾ നിക്കോ കോവാക്ക് പറഞ്ഞുള്ള മാനേജറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് ലോങ് ബോൾ കൗണ്ടർ പ്ലസ് ഔട്ട് പെയ്ഡ് ആണ്. ഓക്കെ, 53 ഏജിൽ നമ്മുടെ ക്രൊയേഷ്യയിലത്തെ ഒരു മാനേജറാണ് കേട്ടോ ഇത്. അപ്പോൾ ഡോട്ട്മുണ്ട് ഇപ്പോൾ നിലവിലെ കോച്ചാണ്. അപ്പോൾ ആൾക്ക് ബൂസ്റ്റർ വന്ന് കിക്കിംഗ് പവറും ടൈറ്റ് പൊസിഷനാണ് കേട്ടോ. ഇതെന്താ സെൻറ്റർ ബാക്ക് എന്നോ, സെൻറ്റർ ബാക്ക് ഇത് വിങ്ങിക്കോ? അല്ല കേട്ടോ. ഓക്കെ, സോറി. പ്ലേ സ്റ്റൈൽ ഓർക്കസ്ട്രേറ്ററാണ്. പൊസിഷൻ DMF ഇത് CFക്ക് ഗോൾ പോച്ചർക്ക് തൂക്കിയറും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ക്ലോപ്പല്ലേ, സോറി, കെപ്പലോൻ്റെ സംഭവം ടാറ്റിക്സ് തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഓവർ ദി ടോപ്പ് പാസ് A എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്ലേയേഴ്സ് എമറേക്കാൻ ഉണ്ട്, അതുപോലെ തന്നെ ബെർണാട്ട് ഉണ്ട്, ഗുറാസിൻ്റെ സെബിൾസ്റ്റർ ഉണ്ട്, നിപ്പേച്ച, കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട് അങ്ങനെ. ഓക്കെ, അഡ്യാമയൊക്കെ ഉണ്ട്. അവിടെ എടുക്കട്ടെ. പിന്നെ വന്നിരിക്കുകയാണ് ഗൈസ് നമ്മുടെ ക്ലോപ്പ് തിരിച്ചു വന്നിരിക്കുകയാണ്. ക്ലോപ്പ് തിരിച്ചു വരല്ല, സിറ്റ്സ്ലർ ആയിരുന്നു ഇത്ര ആൾ നമ്മുടെ മാനേജറായിട്ട് വന്നായിരുന്നു. സോ ഫൈനലി ജർഗൻ ക്ലോപ്പ് ഇൻ ദി ഗെയിം. ക്ലോപ്പിൻ്റെ റിയൽ നെയിം വെച്ച് ലൈസൻസ് വെച്ചത് അവരിപ്പോൾ ഒരു മാനേജർ പാക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. 750 കോയിനാണ് ഈ പാക്ക് കിട്ടുക. സോ നമുക്ക് എന്നാൽ ഡീറ്റെയിൽസൊക്കെ ലിങ്ക് അപ്ലൈ ഓവർ ദി ടോപ്പ് പാസ് C എന്നാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ ക്ലോപ്പിൻ്റെ ഒപ്പം തന്നെ എന്താ പറയുക, മാർക്കും ജേക്കബും വന്നിട്ടുണ്ട്. സോ ക്ലോപ്പ് നോക്കുകയാണെങ്കിൽ 2012-13 ക്ലോപ്പാണ്. UCL ഫൈനലിൽ ബയേണും അതുപോലെ തന്നെ ഡോട്ട്മുണ്ട് ഏറ്റുമുട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഡോട്ട്മുണ്ട് കോച്ചായിരുന്നു ക്ലോപ്പ്. അന്ന് പിന്നെ തോച്ച്. അന്നെല്ലാവരും പ്രതീക്ഷിച്ചത് UCL ഫൈനലിൽ റയൽ ബാഴ്സയാവുന്നതാണ്. ബട്ട് ജർമ്മൻ ഡിസിപ്ലിൻ അവിടെ ഒന്ന് അടിച്ച്. അപ്പോൾ ക്വിക്ക് കൗണ്ടർ പ്ലസ് പൊസിഷൻ ഗെയിം ആയിട്ട് നമ്മൾ ക്ലോപ്പ് 2.89 കിട്ടുന്നുണ്ട്. അപ്പോൾ Under-23 പ്ലേസിനിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ആവും മറ്റു സാധനം. ഓക്കെ, അപ്പോൾ ബൂസ്റ്റർ വന്നിരിക്കുന്നത് സ്പീഡും അഗ്രഷനാണ് മെയിനായിട്ട്. അപ്പോൾ ആൾക്ക് വന്നിരിക്കുന്നത് ഓവർ ദി പാസ് സെൻറ്റർ C ആണ്. ഇതെന്താ ബിൽഡപ്പ്? ഓക്കെ, ബിൽഡപ്പ് സെൻറ്റർ ബാക്കിൽ നിന്ന് റൈറ്റിംഗ് ഫോർ ലെഫ്റ്റിംഗ് ഫോർവേഡിലേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ഫുൾ ഫിംഗർ വേണം, ബിൽഡപ്പ് സെൻറ്റർ ബാക്ക് വേണ്ടോ. പക്ഷേ ഇത് നേരത്തെ ആ ചെങ്ങായിട്ട് അടിച്ച പോലെ തന്നെ ആയിരുന്നല്ലോ, സെൻറ്റർ ബാക്കിൽ നിന്ന് കൊടുക്കണ പോലെ. അപ്പോൾ അത് ഇനി ചിലപ്പോൾ എന്തെങ്കിലും പറ്റിയതാണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും മാക്സിമം റൈറ്റിംഗ് ഫോർവേഡും ബിൽഡപ്പ് സെൻറ്റർ ബാക്കിനോട്ട് കളിക്കുക. ഫുൾ ഫിംഗർ ആവണം കേട്ടോ, അതാണ് മെയിൻ. ബ്ലിച്ച് കളിമേശൊക്കെ ഫുൾ ഫിംഗർ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ എന്തായാലും അവർ കിടക്കട്ടെ. ക്ലോപ്പിൻ്റെ ഫൈനലിൽ അവർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹാപ്പി. ഓക്കെ, നമുക്ക് എന്തായാലും പാക്സിലേക്ക് പോവാം. പാക്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതാ ആ ക്ലോപ്പിൻ്റെ പാക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളുടെ ലിവർപൂളിലെ ലെജൻസാണ് അവർ. ഓക്കെ, നിലവിൽ കളിക്കുന്നുണ്ട്, എന്നാലും അവർ പക്ഷേ ലെജൻസ് ആണല്ലോ. അപ്പോൾ മുഹമ്മദ് സലീം പ്ലസ് വിർജിൽ വാൻ ഡൈക്കിനും കൊണ്ടുപോകുന്നുണ്ട്. സോ മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് ബ്ലിറ്റ്സ് സ്കേളാണ് നമ്മുടെ സലയ്ക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിഷണറി പാസ് പ്ലസ് ലോങ് റീ ടാക്കിളാണ് നമ്മളുടെ വാൻ ഡൈക്കിനും വന്നിട്ടുണ്ടോ. സോ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സല പ്രൊലിഫിംഗറാണ്. ബ്ലിറ്റ്സ് സ്കേൾ സലയാണ് കേട്ടോ, ബ്ലിറ്റ്സ് സ്കേൾ സല. അതിൽ വേണ്ടേക്ക് ഇതാ ബിൽഡപ്പ് കാർഡ്. നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. ആൾ 106-107 പോവും. അപ്പോൾ എന്തായാലും കിടിലൻ കാർഡ്സ് തന്നെയാണ്. സൈൻ ചെയ്യണവർ എന്തായാലും ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ബ്രസീലിലെ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഇത് ബെബറ്റോൻ്റെ ഒരു കാർഡ് മാത്രം അവർ കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ എന്തോരം വിചാരിച്ചത്, പക്ഷേ ഇവന്മാർ വെച്ചിട്ട്. ഇപ്പോൾ ബെബറ്റോൻ്റെ ഫോക്സ് ഇൻ ദ ബോക്സ് കാർഡാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സംഭവം ബെബറ്റോ നല്ല കാർഡൊക്കെ തന്നെയാണ്. ബട്ട് നമുക്ക് ഇതിനായിട്ട് കൂടുതൽ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിരാശരായത്. 50 പ്ലെയർ പാക്കാണ്. കറക്കേണ്ടവർക്ക് ഇറക്കുക. പ്രോബിലിറ്റി കൂടുതലാണ് കിട്ടാൻ. 50 പേരല്ലേ ഉള്ളൂ. കോയിനധികം വേസ്റ്റ് ആവില്ല. പിന്നെ നോക്കുകയാണെങ്കിൽ J ലീഗിൻ്റെ എന്തോ ഉണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇതാ ഹെഡിങ് പറഞ്ഞിട്ട് നമ്മുടെ ടൂർബിനൊക്കെ വന്നിട്ടുണ്ട്. സോ ഇതിൽ മാക്കലസ്റ്റർ ഉണ്ട്, കൈ ഹെവേർട്സ് ഉണ്ട്, ടൂർബിൻ ഉണ്ട്, ജാവോ പെട്രോ ഉണ്ട്, എക്കഞ്ച് ഉണ്ട്, സൊലങ്കി ഉണ്ട്, ടിൽമാൻ ഉണ്ട്, നൂറി ഉണ്ട്, റാഷ്ഫോർഡ് ഉണ്ട്, സാൻഡോസ് ഉണ്ട്, സ്റ്റാൻകോവിക് ഉണ്ട്. സോ ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആരാ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ടൂർബിൻ എന്ന് കമൻറ്റ് ചെയ്യുന്നത് എനിക്കറിയാം. പിന്നെ പോട്ടെ,
ചെക്കൻ അടിപൊളിയായിട്ട് ഗോൾ അടിച്ച് അവരെ പ്ലേ ഓഫിൽ കയറ്റിയതല്ലേ, ദ ഡിസേർവ്ഡ്. ഓക്കെ, എന്തായാലും ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ആരാന്ന് കൂടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിട്ടോ. എന്നാലും ഇനിയിപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വേൾഡ് വൈഡ് പ്ലെയർ ഓഫ് ദി വീക്കാണ്. സോ ഇതിൽ നമ്മുടെ കൊണാറ്റെ ഉണ്ട്, മധൂക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ മെൻഡിസ് ഉണ്ട്, ന്യൂനോ മെൻഡിസ് ഉണ്ട്, എൻസോ ഫെർണാണ്ടസ്, ഗുറാസി ഉണ്ട്, പിന്നെ മാർക്കോ മറ്റേ ഗോൾ കീപ്പർ അറ്റ്ലാന്റയുടെ, പിന്നെ ബ്രെമ്മർ ഉണ്ട്, സിലിയൻസ്കി ഉണ്ട്, കാസിമിറോ ഉണ്ട്, മിട്ടോ ഉണ്ട്, ഒബിസ്പോ. സോ കുഴപ്പമില്ലാത്തൊരു പാക്കാണ്, ഏവറേജ് പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ല, ഏവറേജ് പാക്ക്. കൊണാറ്റെ അടിപൊളിയാണ്, മധുവൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, മാർസലായിട്ടാണ് ഡബിൾ ടച്ച് ഒക്കെ ഒരുമിച്ച് വരുന്നു മൂപ്പർക്ക്. അപ്പോൾ വിങ്ങിലൊക്കെ കളിപ്പിക്കുക അടിപൊളിയായിരിക്കും, പ്രത്യേകിച്ച് ആളൊരു പ്രോ സ്പെഷ്യലിസ്റ്റോ കോമ്പഡിയിലോ. പിന്നെ ഗുറാസി കുഴപ്പമില്ലാത്ത ബാക്ക് സെൻറ്റർ ഫോർവേഡാണ്, നല്ല ഹൈറ്റും ഫിനിഷും ഒക്കെ ഉള്ള പ്ലെയറാണ്. അപ്പോൾ എന്തായാലും ഇതിൽ നിങ്ങളുടെ ടാർഗറ്റ് ജസ്റ്റ് താഴെ കമൻറ്റ് ഫ്രീ ട്രൈ കിട്ടുമല്ലോ, അതിൽ നിർത്താൽ മതി. പിന്നെ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ലീഗിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മുടെ മാർട്ടിനസ് ഉണ്ട്, ഫോർഡൻ ഉണ്ട്, ഹെൻകീപ്പ ഉണ്ട്, അവന്നെ DMF ഉണ്ടല്ലോ, അല്ല CBO DMF അല്ല കളിച്ചായിരുന്നു ലെവർകൂസനിലൊക്കെ. സോ കുറച്ച് പ്ലേസ് ഉണ്ട്. സോ ഇതും നിങ്ങൾ കറക്റ്റ് ജസ്റ്റ് ആളെ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഇന്ന് പോകണില്ല. അപ്പോൾ പിന്നെ തിങ്കളാഴ്ചത്തെ പാക്കാണ്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ നോമിനേറ്റിംഗ് കോൺട്രാക്ട്. യെസ് ഗൈസ്, ഫ്രീ നെയ്മർ, ഫ്രീ ബ്ലിറ്റ്സ്കേൾ നെയ്മർ ഉണ്ട്, പിന്നെ ഫിനോൽ പാസ് ലീക്കിങ്ങിനുണ്ട്, പിന്നെ താരാ ഷിമ്മിങ് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, ഫിനോൽ ഫിനിഷിംഗ് സെൻറ്റർ ഫോണ്ടോ. സോ നെയ്മറിൻ്റെ ബ്ലിറ്റ്സ്കേൾ കാർഡ് ഇതാ ഫ്രീ ആയിട്ട് കിട്ടുകയാണ് നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ. നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നാൽ മതി, കളികളൊക്കെ ജയിക്കുക, അത് കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് കിട്ടും നെയ്മറിൻ്റെ ബ്ലിറ്റ്സ്കേൾ കാർഡ് കിട്ടും. അപ്പോൾ എന്തായാലും നെയ്മർ ഫാൻസിനൊക്കെ ഹാപ്പി. നെയ്മറിൻ്റെ ബർത്ത്ഡേ ആണല്ലോ പിന്നെ എന്ന്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുപോകുന്നതാണ്. ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ലൈഫ്, മാർച്ച് റിട്ടേൺ, സാംബേറോ, കട്ട് ബിയൻഡ്, ലോങ് ട്രെയിൻ കേളർ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലിറ്റ്സ്കേൾ ഉണ്ട്, നോൺ ലിക്വാസ്, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ്, ഗെയിംമാൻഷിപ്പ്. സോ കിടിലം കാർഡാവുന്ന തന്നെ പ്രതീക്ഷിക്കുക. നെയ്മറിൻ്റെ കാർഡ് കൊണ്ടുപോകുന്നുണ്ട്, W ഫ്രം കൊണാമി, ഷോർട്ട് ടൈം കാർഡ് തന്നെ കൊണ്ടുപോകുന്നില്ല, പൊളിച്ച്. പിന്നെ ഇതാ നെക്സ്റ്റ് പേജിൽ നമുക്ക് ഇതാ ഈ ഫുട്ബോളിൽ നമ്മുടെ ഡേവിഡ് ഡിഗിയാണ്ട് കിട്ടാൻ പോകണം. അപ്പോൾ മാക്സിമം എല്ലാവരും ടോപ്പ് 500 കയറുക. ഓക്കെ, അപ്പോൾ ടോപ്പ് 500 കയറട്ടെ എല്ലാവരും, അല്ല 5 ലാക്കിൽ 500 കയറട്ടെ എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഡിവിഷനിൽ. പിന്നെ അത് നമുക്കൊരു നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് സിഗ്നേച്ചർ ഗോൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ പാൾമർ, മാർട്ടിനസ്, അതുപോലെ തന്നെ റൊജേഴ്സ് ഉണ്ട്, ടോറസ് ഉണ്ട്, ഡിബാല ഉണ്ട്, സിർക്കീസ് ഉണ്ട്, പിന്നെ ആരാ സൈബാറി, ഇത്രയും പ്ലേയേഴ്സൊക്കെ ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ നോർമൽ സെലിബ്രേഷൻസ് അവർ ഇട്ടാണ്. ഓക്കെ, അതിൻ്റേതായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ എടുക്കുക, ആരെ ടാർഗറ്റ് ചെയ്ത് ആർക്കാൻ വേണ്ടിയിട്ടോ. പിന്നെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല. ഓക്കെ, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ ബൊറൂസിയ ഡോട്ട്മുണ്ടിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞു ഡാനിയൽ എങ്ങനെയാണ് അവിടെ പോയി കളിക്കുന്നത്, ടോം ബോയ് എങ്ങനെയാണ് ആഴ്സണലിലെ കപ്പ് അടിച്ചത്, ജോയ് ബോയ് എങ്ങനെയാണ് AC മിലാൻ്റെ കപ്പ് അടിച്ചതെന്നൊക്കെ. ഇത് കളിക്കുക, ഇതിൽ കയറുക, ടോപ്പ് 16 ക്വാളിഫൈ ആവുക, അടുത്ത റൗണ്ട് കളിക്കുക, കയറുക, ജയിക്കുക. അപ്പോൾ നന്നായി നിങ്ങളുടെ പെസ് കളിക്കുന്ന ചങ്കുകൾക്കൊക്കെ ഷെയർ ചെയ്തോ, ഇത് കളിച്ചാൽ മതി, ഇത് കളിക്കുക. ഇതിപ്പോൾ റൗണ്ട് ഉണ്ട്, പ്ലെയർ വേഴ്സസ് പ്ലെയർ ഉണ്ട്, ഇത് രണ്ടെണ്ണം ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യുക. 12-ാം തീയതി മുതലാണ് റൗണ്ട് 3, അതിൽ നിങ്ങൾ ടോപ്പ് 16 കയറണം. ഓക്കെ, ഇതിലിപ്പോൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. 12-ാം തീയതി മുതലുള്ള കളിക്കെങ്കിൽ ടോപ്പ് 16 കയറുക കേട്ടോ. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കട്ടെ. എന്തായാലും ഈ ഫുട്ബോളിലും കാര്യങ്ങളൊക്കെ റീസെർച്ചായി, കോയിൻ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് മെയിനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച വരാൻ പോകുന്ന എപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തിങ്കളാഴ്ച വരാൻ പോകുന്നത് നമ്മുടെ ആൽബർട്ട് ഫെറർ ഉണ്ട്, അതുപോലെ തന്നെ ബെക്കൻബോർ ഉണ്ട്, പിന്നെ ഒരു ജപ്പാനീസ് പ്ലെയറാണ്. ഓക്കെ, ഈ 3 പ്ലേയേഴ്സാണ് നമുക്ക് തിങ്കളാഴ്ച അവൈലബിൾ ആവുന്ന എപ്പിക്ക്. അപ്പോൾ നിങ്ങൾ കറക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും കറക്കണവരൊക്കെ എന്തായാലും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. നല്ല ബാക്ക് തന്നെയാണ്, കുഴപ്പമില്ല പറയാം. ബെക്കൻബോറും ഫെററും ഉണ്ട്, ബെക്കൻബോറാണ് അതിലത്തെ മെയിൻ പറയാലോ. അപ്പോൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ്, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ബൈ.